ഇന്ന് നമ്മുടെയെല്ലാം കൈകളിൽ സ്മാർട്ട്ഫോണുകളുണ്ട്. ഓരോ ദിവസവും നമ്മൾ എത്രയെത്ര ചിത്രങ്ങളും വീഡിയോകളും പ്രധാനപ്പെട്ട രേഖകളുമാണ് ഫോണിൽ സൂക്ഷിക്കുന്നത്. ഈ വിലപ്പെട്ട ഓർമ്മകളും വിവരങ്ങളും നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ ക്ലൗഡ് സ്റ്റോറേജ് അത്യാവശ്യമാണ്. എന്നാൽ തെറ്റായ ക്ലൗഡ് സ്റ്റോറേജ് തിരഞ്ഞെടുക്കുന്നത് വഴി നിങ്ങൾക്ക് വർഷം തോറും ആയിരക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടേക്കാം. ഇതെങ്ങനെ സംഭവിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? ഈ വീഡിയോയിൽ നിങ്ങളുടെ ഡിജിറ്റൽ വിവരങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കാൻ സഹായിക്കുന്ന ഏറ്റവും മികച്ച ക്ലൗഡ് സ്റ്റോറേജ് ഓപ്ഷനുകൾ നമ്മൾ താരതമ്യം ചെയ്യും. ഗൂഗിൾ വൺ, മൈക്രോസോഫ്റ്റ് 365, ആപ്പിൾ ഐക്ലൗഡ് പ്ലസ് ഡിജിബോക്സ് എന്നിവയുടെ സൗജന്യ പ്ലാനുകളും പെയ്ഡ് പ്ലാനുകളും നമ്മൾ വിശദമായി പരിശോധിക്കും. ഏത് സേവനമാണ് നിങ്ങളുടെ ആവശ്യങ്ങൾക്കും ബഡ്ജറ്റിനും ഏറ്റവും അനുയോജ്യമെന്ന് കണ്ടെത്താനും അനാവശ്യ ചിലവുകൾ ഒഴിവാക്കാനും ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും. കൂടാതെ ഡിജിറ്റൽ തട്ടിപ്പുകളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നും നമ്മൾ ചർച്ച ചെയ്യും. ക്ലൗഡ് സ്റ്റോറേജിന് രണ്ട് പ്രധാന തരം ചാർജുകളാണുള്ളത്: ദൃശ്യമായ ഫീസുകളും മറഞ്ഞിരിക്കുന്ന ചിലവുകളും. ദൃശ്യമായ ഫീസുകൾ എന്നാൽ നമ്മൾ പ്രതിമാസം അല്ലെങ്കിൽ പ്രതിവർഷം നൽകുന്ന പ്ലാനിന്റെ പണമാണ്. ഇത് വ്യക്തവും എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതുമാണ്. എന്നാൽ മറഞ്ഞിരിക്കുന്ന ചിലവുകൾ അത്ര വ്യക്തമല്ല. ഡാറ്റ കൈമാറ്റത്തിനുള്ള ചാർജുകൾ, അധിക ഫീച്ചറുകൾക്കുള്ള മറഞ്ഞ പണം, സബ്സ്ക്രിപ്ഷൻ മോഡലുകളിലെ സങ്കീർണതകൾ എന്നിവയെല്ലാം ഇതിൽപ്പെടാം. ഈ മറഞ്ഞ ചിലവുകൾ നിങ്ങളുടെ ഡിജിറ്റൽ ജീവിതത്തിന് വലിയ സാമ്പത്തിക ബാധ്യത വരുത്തിവെച്ചേക്കാം. ശരിയായ സേവനം തിരഞ്ഞെടുക്കുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളും കണക്കിലെടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഗൂഗിൾ വൺ നമ്മുടെ ഡിജിറ്റൽ വിവരങ്ങൾ സൂക്ഷിക്കാൻ ഏറ്റവും പ്രചാരമുള്ള ഒരു മാർഗമാണ്. 15 GB സൗജന്യ സ്റ്റോറേജ് ലഭിക്കുമെന്നത് ഒരു വലിയ ആകർഷണമാണ്. ഇത് ഗൂഗിൾ ഡ്രൈവ്, ജിമെയിൽ, ഗൂഗിൾ ഫോട്ടോസ് എന്നിവയിലെല്ലാം പങ്കിട്ടുപയോഗിക്കാം. എന്നാൽ കൂടുതൽ സ്റ്റോറേജ് ആവശ്യമുള്ളവർക്കായി വിവിധ പ്ലാനുകൾ ലഭ്യമാണ്. തിരഞ്ഞെടുത്ത ഉപയോക്താക്കൾക്ക് 30 GB പ്രതിമാസം 59 രൂപയുടെ ഗൂഗിൾ വൺ ലൈറ്റ് പ്ലാൻ ലഭിക്കും. സാധാരണക്കാർക്ക് 100 GB പ്രതിമാസം 130 രൂപയുടെ ബേസിക് പ്ലാനും 2 TB 1950 രൂപയുടെ പ്രീമിയം പ്ലാനും 30 TB 9750 രൂപയുടെ പ്രീമിയം പ്ലാനും ലഭ്യമാണ്. ഈ പ്ലാനുകളിൽ 5 പേരുമായി സ്റ്റോറേജ് പങ്കിടാനുള്ള ഫാമിലി ഷെയറിംഗ് സൗകര്യം, ഗൂഗിൾ വിദഗ്ധരുടെ സഹായം, മാജിക് ഇറേസർ പോലുള്ള ഗൂഗിൾ ഫോട്ടോസ് എഡിറ്റിംഗ് ടൂളുകൾ, ഉയർന്ന പ്ലാനുകളിൽ VPN ബൈ ഗൂഗിൾ വൺ, ജെമിനി അഡ്വാൻസ്ഡ് പോലുള്ള AI ടൂളുകളിലേക്കുള്ള പ്രവേശനം എന്നിവയെല്ലാം ലഭിക്കും. ഗൂഗിൾ ഇക്കോസിസ്റ്റം ഉപയോഗിക്കുന്നവർക്ക് ഇത് വളരെ മികച്ചൊരു ഓപ്ഷനാണ്. മൈക്രോസോഫ്റ്റ് 365 ക്ലൗഡ് സ്റ്റോറേജിനൊപ്പം മറ്റ് നിരവധി ആനുകൂല്യങ്ങളും നൽകുന്നു. 5 GB സൗജന്യ സ്റ്റോറേജ് ലഭിക്കുന്ന ഈ സേവനത്തിൽ മൈക്രോസോഫ്റ്റ് ഓഫീസ് ആപ്ലിക്കേഷനുകൾക്കായുള്ള പ്രവേശനം ഒരു പ്രധാന സവിശേഷതയാണ്. വ്യക്തിഗത ഉപയോഗത്തിനായി മൈക്രോസോഫ്റ്റ് 365 ബേസിക് പ്ലാനിൽ 100 GB സ്റ്റോറേജിന് പ്രതിവർഷം 1499 രൂപയാണ്. ഇത് ഏകദേശം പ്രതിമാസം 125 രൂപ വരും. മൈക്രോസോഫ്റ്റ് 365 പേഴ്സണൽ പ്ലാനിൽ 1 TB സ്റ്റോറേജിന് പ്രതിമാസം 689 രൂപയോ അല്ലെങ്കിൽ പ്രതിവർഷം 6899 രൂപയോ നൽകണം. 6 ഉപയോക്താക്കൾക്ക് വരെ ഓരോരുത്തർക്കും 1 TB വീതം മൊത്തം 6 TB വരെ ലഭിക്കുന്ന ഫാമിലി പ്ലാനിന് പ്രതിമാസം 819 രൂപ അല്ലെങ്കിൽ പ്രതിവർഷം 8199 രൂപയാണ്. വേർഡ്, എക്സൽ, പവർ പോയിന്റ്, ഔട്ട്ലുക്ക് പോലുള്ള ഓഫീസ് ആപ്ലിക്കേഷനുകൾ, ഫയലുകൾക്ക് റാൻസംവെയർ സംരക്ഷണം, കുടുംബാംഗങ്ങളുമായി സ്റ്റോറേജ് പങ്കിടാനുള്ള സൗകര്യം, കോപൈലറ്റ് AI ഫീച്ചറുകൾ എന്നിവയെല്ലാം ഈ പ്ലാനുകളുടെ പ്രത്യേകതകളാണ്. ആപ്പിൾ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് ഏറ്റവും മികച്ച ഓപ്ഷനാണ് ഐക്ലൗഡ് പ്ലസ്. 5 GB സൗജന്യ സ്റ്റോറേജ് ലഭിക്കുന്ന ഈ സേവനത്തിൽ നിങ്ങളുടെ ആപ്പിൾ ഡാറ്റകളെല്ലാം സുരക്ഷിതമായി സൂക്ഷിക്കാം. കൂടുതൽ സ്റ്റോറേജ് ആവശ്യമുള്ളവർക്കായി വിവിധ പ്ലാനുകൾ ലഭ്യമാണ്. 50 GB പ്രതിമാസം 75 രൂപ, 200 GB 219 രൂപ, 2 TB 749 രൂപ, 6 TB 2999 രൂപ, 12 TB 5900 രൂപ എന്നിങ്ങനെയാണ് പ്രതിമാസ നിരക്കുകൾ. ഈ പ്ലാനുകളിൽ ഐക്ലൗഡ്, പ്രൈവറ്റ് റിലേ, ഹൈഡ് മൈ ഇമെയിൽ, കസ്റ്റം ഇമെയിൽ, ഡൊമൈൻ, ഹോംകിറ്റ്, സെക്യൂർ വീഡിയോ പിന്തുണ തുടങ്ങിയ നിരവധി സ്വകാര്യതയും സുരക്ഷയും ഉറപ്പാക്കുന്ന ഫീച്ചറുകൾ ഉൾപ്പെടുന്നു. 200 GB മുതലുള്ള പ്ലാനുകളിൽ 5 കുടുംബാംഗങ്ങളുമായി സ്റ്റോറേജ് പങ്കിടാനുള്ള ഫാമിലി ഷെയറിംഗ് സൗകര്യവുമുണ്ട്. ആപ്പിൾ ഇക്കോസിസ്റ്റത്തിൽ ആഴത്തിൽ സംയോജിപ്പിച്ചിരിക്കുന്നതിന് ആപ്പിൾ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് തടസ്സമില്ലാത്ത അനുഭവം ഇത് നൽകുന്നു. ഇന്ത്യൻ നിർമ്മിത ക്ലൗഡ് സ്റ്റോറേജ് സേവനമായ ഡിജിബോക്സ് സ്വദേശീയമായ ഒരു ഓപ്ഷനാണ്. 20 GB സൗജന്യ സ്റ്റോറേജ് ഡിജിബോക്സ് നൽകുന്നു. എന്നാൽ ഓരോ ഫയലിനും 2 GB എന്ന പരമാവധി വലുപ്പ പരിധിയുണ്ട്. കൂടുതൽ സ്റ്റോറേജ് ആവശ്യമുള്ളവർക്കായി വളരെ ആകർഷകമായ പ്ലാനുകൾ ഇവിടെയുണ്ട്.
100 ജിബിക്ക് പ്രതിമാസം 30 രൂപ, 500 ജിബിക്ക് 90 രൂപ, 1 ടിബിക്ക് 120 രൂപ എന്നിങ്ങനെയാണ് പ്രതിമാസ നിരക്കുകൾ. ഏറ്റവും കുറഞ്ഞ നിരക്കിൽ കൂടുതൽ സ്റ്റോറേജ് നൽകുന്നതിൽ ഡിജിബോക്സ് മുന്നിട്ട് നിൽക്കുന്നു. ഇന്ത്യയിൽ തന്നെ ഡാറ്റാ സെന്ററുകൾ ഉള്ളതുകൊണ്ട് ഡാറ്റാ റെസിഡൻസി ഉറപ്പാക്കുന്നു. ജിമെയിൽ ഇന്റഗ്രേഷൻ തത്സമയ മൾട്ടി യൂസർ കൊളാബറേഷൻ, ഓട്ടോമേറ്റഡ് ബാക്കപ്പുകൾ, 2 ഘട്ട പ്രാമാണീകരണം, പാസ്വേഡ് സംരക്ഷണം തുടങ്ങിയ സുരക്ഷാ ഫീച്ചറുകളും ഡിജിബോക്സിന്റെ പ്രധാന സവിശേഷതകളാണ്. ഇന്ത്യൻ ഉപയോക്താക്കൾക്ക് താങ്ങാനാവുന്ന വിലയിൽ മികച്ച സേവനം നൽകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇത്. ഈ 4 ക്ലൗഡ് സ്റ്റോറേജ് സേവനങ്ങളും വ്യത്യസ്ത സവിശേഷതകളോടും വിലകളോടും കൂടിയാണ് വരുന്നത്. ഗൂഗിൾ വണ്ണും ഐക്ലൗഡ് പ്ലസും അതാത് ഇക്കോസിസ്റ്റങ്ങളിൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു. മൈക്രോസോഫ്റ്റ് 365 ഓഫീസ് ആപ്ലിക്കേഷനുകൾക്ക് പ്രാധാന്യം നൽകുന്നു. എന്നാൽ ഡിജിബോക്സ് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ കൂടുതൽ സ്റ്റോറേജും ഇന്ത്യൻ ഡാറ്റാ റെസിഡൻസിയും വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങളുടെ ആവശ്യം, ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, ബഡ്ജറ്റ് എന്നിവ പരിഗണിച്ചു വേണം ഏറ്റവും അനുയോജ്യമായത് തിരഞ്ഞെടുക്കാൻ. വെറും വില മാത്രമല്ല, ഓരോ പ്ലാനിലും ലഭിക്കുന്ന ഫീച്ചറുകളും സുരക്ഷാ സംവിധാനങ്ങളും താരതമ്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ശരിയായ തിരഞ്ഞെടുപ്പ് വഴി വലിയ സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാം. ക്ലൗഡ് സ്റ്റോറേജുകൾക്ക് പലപ്പോഴും സുരക്ഷാ ഭീഷണികളുണ്ട്. ഫിഷിംഗ് തട്ടിപ്പുകളാണ് ഇതിൽ പ്രധാനം. നിങ്ങളുടെ ക്ലൗഡ് സ്റ്റോറേജ് നിറഞ്ഞു എന്ന് കാണിച്ചുകൊണ്ടുള്ള വ്യാജ ഇമെയിലുകളും സന്ദേശങ്ങളും, ഉദാഹരണത്തിന് ഗൂഗിൾ ഡ്രൈവ്, ക്ലൗഡ് വൺ ഡ്രൈവ് എന്നിവയുടെ പേരുകളിൽ സാധാരണമാണ്. ഇത്തരം സന്ദേശങ്ങളിലെ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്താൽ വ്യാജ ലോഗിൻ പേജുകളിലേക്ക് എത്തുകയും നിങ്ങളുടെ യൂസർനെയിമും പാസ്വേഡും മോഷ്ടിക്കപ്പെടുകയും ചെയ്യാം. രണ്ടാമതായി, റാൻസംവെയർ ആക്രമണങ്ങളിൽ നിന്ന് ക്ലൗഡ് സ്റ്റോറേജ് പൂർണ്ണമായും സുരക്ഷിതമല്ല. നിങ്ങളുടെ കമ്പ്യൂട്ടറിലോ ഫോണിലോ റാൻസംവെയർ ബാധിക്കുകയും ക്ലൗഡുമായി സിങ്ക് ചെയ്യുന്ന ഫയലുകൾ എൻക്രിപ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യാം. ഇങ്ങനെ എൻക്രിപ്റ്റ് ചെയ്ത ഫയലുകൾ ക്ലൗഡിലേക്ക് സിങ്ക് ചെയ്യപ്പെടുന്നത് നിങ്ങളുടെ യഥാർത്ഥ ഡാറ്റ നഷ്ടപ്പെടുത്താൻ ഇടയാക്കും. ഹാക്കർമാർക്ക് നിങ്ങളുടെ ലോഗിൻ വിവരങ്ങൾ ലഭിച്ചാൽ ക്ലൗഡ് സ്റ്റോറേജിലേക്ക് നേരിട്ട് പ്രവേശിച്ച് ഡാറ്റ നശിപ്പിക്കാനും കഴിയും. അവസാനമായി, വ്യാജ ക്ലൗഡ് സ്റ്റോറേജ് സേവനങ്ങൾ സൂക്ഷിക്കണം. ക്ലൗഡ് പാർട്ടിക്കിൾ സ്കാം പോലുള്ള തട്ടിപ്പുകൾ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിലില്ലാത്ത ക്ലൗഡ് സാങ്കേതികവിദ്യയുടെ പേരിൽ ഉയർന്ന വരുമാനം വാഗ്ദാനം ചെയ്ത് നിക്ഷേപകരെ ആകർഷിക്കുന്ന പൊൻസി സ്കീമുകളാണിവ. അവിശ്വസനീയമാംവിധം കുറഞ്ഞ വിലയിൽ ആജീവനാന്ത ക്ലൗഡ് സ്റ്റോറേജ് വാഗ്ദാനം ചെയ്യുന്ന സേവനങ്ങൾ നിങ്ങളുടെ ഡാറ്റയുമായി ഒരു മുന്നറിയിപ്പുമില്ലാതെ അപ്രത്യക്ഷമായേക്കാം. അതിനാൽ വിശ്വസനീയമായ ദാതാക്കളെ മാത്രം ആശ്രയിക്കുക. ക്ലൗഡ് സ്റ്റോറേജിൽ പണം ലാഭിക്കാനും നിങ്ങളുടെ ഡാറ്റ സുരക്ഷിതമാക്കാനും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സൗജന്യ സ്റ്റോറേജ് പരമാവധി ഉപയോഗിക്കുക. ഗൂഗിൾ 15 GB, മൈക്രോസോഫ്റ്റ് 5 GB, ആപ്പിൾ 5 GB, ഡിജിബോക്സ് 20 GB എന്നിങ്ങനെ വിവിധ ദാതാക്കൾ സൗജന്യ സ്റ്റോറേജ് നൽകുന്നുണ്ട്. ഇവ വ്യത്യസ്ത തരം ഡാറ്റകൾക്കായി ഉപയോഗിക്കുന്നത് വഴി പണം ലാഭിക്കാം. 2 അനാവശ്യ ഫയലുകൾ നീക്കം ചെയ്യുക. പഴയതും ഉപയോഗശൂന്യവുമായ ഫയലുകൾ, ഡ്യൂപ്ലിക്കേറ്റ് ചിത്രങ്ങൾ, വലിയ വീഡിയോകൾ എന്നിവ ക്ലൗഡിൽ നിന്ന് പതിവായി നീക്കം ചെയ്യുന്നത് സ്റ്റോറേജ് ലാഭിക്കാനും പ്ലാനിന്റെ ചിലവ് കുറയ്ക്കാനും സഹായിക്കും. 3 വാർഷിക പ്ലാനുകളും കുടുംബ പ്ലാനുകളും തിരഞ്ഞെടുക്കുക. പല ക്ലൗഡ് ദാതാക്കളും പ്രതിമാസ പ്ലാനുകളേക്കാൾ വാർഷിക പ്ലാനുകൾക്ക് കിഴിവ് നൽകാറുണ്ട്. കുടുംബ പ്ലാനുകൾ തിരഞ്ഞെടുക്കുന്നത് ഒന്നിലധികം ഉപയോക്താക്കൾക്ക് സ്റ്റോറേജും മറ്റു ഫീച്ചറുകളും പങ്കിടാൻ സഹായിക്കും. ഇത് ഓരോ വ്യക്തിക്കും ചെലവ് കുറയ്ക്കും. നിങ്ങളുടെ ഡിജിറ്റൽ വിവരങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കാൻ ഏറ്റവും മികച്ച ക്ലൗഡ് സ്റ്റോറേജ് ഏതാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായ ധാരണ ലഭിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അനാവശ്യ ചിലവുകൾ ഒഴിവാക്കി മികച്ച സേവനം തിരഞ്ഞെടുക്കാൻ ഈ വിവരങ്ങൾ നിങ്ങളെ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലൗഡ് സ്റ്റോറേജ് സേവനം ഉപയോഗിച്ച് നല്ലതോ ചീത്തയോ ആയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാനും മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.